God told me that you are the instrument he has chosen to bring his name before the Gentiles. Can you let me see again? The Lord Jesus, who appeared to you on your way here, has sent me so that you might regain your sight and be filled with the Holy Spirit. I can see. ലോകം നൽകാത്ത സന്തോഷം യേശു എനിക്കു നൽകി. ലോകം എടുക്കാത്ത സൗഭാഗ്യം യേശു എനിക്കു നൽകി. പാപത്തിനാഴത്തിൽ ഞാൻ വീണപ്പോൾ, ലോകത്തിൻ മോഹത്തിൽ മുഴുകിയപ്പോൾ, പാപത്തിനാഴത്തിൽ ഞാൻ വീണപ്പോൾ, ലോകത്തിൻ മോഹത്തിൽ മുഴുകിയപ്പോൾ, സ്നേഹത്തിൻ കരം നീട്ടി കാരുണ്യവാൻ ശാപത്തിൽ നിന്നെന്നെ കരകയറ്റി. സ്നേഹത്തിൻ കരം നീട്ടി കാരുണ്യവാൻ ശാപത്തിൽ നിന്നെന്നെ കരകയറ്റി. ലോകം നൽകാത്ത സന്തോഷം യേശു എനിക്കു നൽകി. ലോകം എടുക്കാത്ത സൗഭാഗ്യം യേശു എനിക്കു നൽകി. ദൈവത്തിന് മഹത്വം. മനക്കണ്ണ് തുറക്കുമ്പോൾ പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ദൈവം, സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ പോലെ ദൈവ സ്വഭാവത്തിൽ, ദൈവത്തിൻ്റെ പ്രകൃതിയിൽ, ദൈവത്തോടുകൂടെ എന്നും എന്നേക്കും ജീവിക്കുവാനാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന് ഇന്ന് ക്രൂര മൃഗങ്ങളെക്കാൾ, ക്ഷുദ്രജീവികളെക്കാൾ അതമ്പതിച്ച് ഇന്ന് ലോകം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മനുഷ്യനെ രക്ഷിക്കുവാൻ നിയമത്തിനോ നിയമപാലകന്മാർക്കോ ശിക്ഷാക്രമങ്ങൾക്കോ കോടതിക്കോ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടവർ അവരിൽ നിന്ന് വിമുക്തരാകുമ്പോൾ അതിനേക്കാൾ ഭീകരന്മാരായ പാപികളായി വെളിയിൽ വരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അനേകം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി നന്നാക്കി യഥാർത്ഥ മനുഷ്യരാക്കി ദൈവമക്കളാക്കി തീർക്കുന്നു. അതിന് ഉത്തമ ഉദാഹരണമായി ഇന്നിവിടെ ആരംഭിക്കുന്ന 1980 കേരളത്തെ ഞെട്ടിപ്പിച്ച കരിക്കമ്പില്ല കൊലക്കേസ്, അതിൻ്റെ ഒന്നാം പ്രതിയായ റെനി ജോർജ്, അന്ന് മദ്രാസിലെ മോനെന്ന അപര നാമധേയത്തിൽ ഇറങ്ങിയ ഒരു വലിയ മൂവി ഫിലിമിൻ്റെ കഥാപാത്രം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയ രൂപാന്തരവും വ്യത്യാസവും ഈ പങ്ക്തികളിൽ കൂടെ നിങ്ങൾ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യാൻ പോകുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ്. മിസ്റ്റർ റെനി ജോർജ് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. എനിക്ക് ഏറ്റവും പ്രിയങ്കരനും എൻ്റെ ആത്മീക ഗുരുവുമായ പാസ്റ്റർ വി എ തമ്പി എന്നെ പരിചയപ്പെടുത്തിയല്ലോ. 1980 കാലയളവിൽ ഞാൻ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ക്രിമിനലുകളിൽ ഒരുവനായിരുന്നു. ക്രിസ്തീയ മാതാപിതാക്കളാൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ ഈ ലോകത്തിലെ മറ്റനേക ഹീനമായ പ്രവൃത്തികൾ ചെയ്ത മനുഷ്യരെ പോലെ ഞാനും ഏറ്റവും ഹീനമായ ഒരു കൊലപാതക കേസിൽ പ്രതിയായി ജയിലിലായിത്തീർന്നു. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു മടങ്ങി വരവില്ല എന്ന് ലോകം മുഴുവനും വിധി എഴുതിയപ്പോൾ നിയമത്തിനും നിയമപാലകന്മാർക്കും മാറ്റം വരുത്തുവാൻ കഴിയാത്ത ജീവിതങ്ങൾക്ക് മാറ്റം വരുത്തുന്ന യേശു കർത്താവിൻ്റെ ശക്തി, യേശു കർത്താവിൻ്റെ സ്നേഹം, യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി
എൻ്റെ ജീവിതത്തിൽ പ്രകടമായപ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ മനുഷ്യനാകുന്നു, സകലതും പുതിയതായിത്തീരുന്നു എന്ന ദൈവവചനം എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി തീർന്നു. ഞാനൊരു ബാലനായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് എന്നെ അവൻ്റെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു. ചെറുപ്രായത്തിൽ തന്നെ ഞാൻ ഏറ്റവും മോശമായ സ്വഭാവത്തിന് ഉടമയായി മാറിക്കഴിഞ്ഞു. ഒരു ചെറുപ്പക്കാരന് തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ചെയ്യുവാൻ എനിക്ക് ദൗർഭാഗ്യമുണ്ടായി. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ദുർവൃത്തമായ ജീവിതത്തിൽ മനം നൊന്ത് അവർ എന്നെ നന്നാക്കുവാനായി എല്ലാ ശ്രമങ്ങളും ചെയ്തിട്ടും എനിക്ക് യാതൊരു മാറ്റവും വന്നില്ല. ഞാൻ പഠിച്ച സ്കൂളുകളിലും ഞാൻ പഠിക്കുവാൻ ശ്രമിച്ച കോളേജുകളിലും ഞാനൊരു തികഞ്ഞ ദുർമാർഗിയായി ജീവിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഒടുവിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ ഒരു അനുഭവത്തിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ഒരു മനുഷ്യനും ഒരിക്കലും ഒരു കൊലപാതകിയായി തീരുവാൻ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എന്നെ സ്വാധീനിച്ച ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച്, അവനെക്കുറിച്ച് പറയുന്നത് അവൻ കൊല്ലുവാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും മാത്രം അറിയാവുന്നവനാണ്. അവൻ എന്നെ ഏറ്റവും ചെറിയ സ്വഭാവമായ അല്ലെങ്കിൽ ഏറ്റവും നിസ്സാരമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നതായ പുകവലിയിൽ ആരംഭിച്ച എൻ്റെ ദുർമാർഗമായ ജീവിതം ഒടുവിൽ ഏറ്റവും മാരകമായ മയക്കുമരുന്നിന് എന്നെ അടിമയാക്കി തീർത്തു. മയക്കുമരുന്നും മദ്യവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതായ ഭാഗമായി തീർന്നു. അങ്ങനെ ഞാൻ ഏറ്റവും ഹീനമായ ഏറ്റവും ഭയങ്കരമായ ഒരു മാനസിക അവസ്ഥയിൽ ശാരീരികമായ അവസ്ഥയിൽ ഞാൻ ആയിത്തീർന്നു. റെനെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? എങ്ങോട്ട് പോയി പഠിക്കാൻ? ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോഴേക്കും ഒരു തികഞ്ഞ മദ്യപാനിയും മയക്കുമരുന്നിന് അടിമയുമായി മാറിക്കഴിഞ്ഞിരുന്നു. തന്മൂലം എനിക്ക് തുടർന്നുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ സാധിക്കാതെ ഞാനൊരു വിദ്യാഭ്യാസം ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഞാനൊരു സാമൂഹ്യ വിരുദ്ധനെ പോലെ ജീവിക്കുവാൻ ആരംഭിച്ചു. എന്നിൽ ആരംഭിച്ച എൻ്റെ മയക്കുമരുന്നിൻ്റെയും മദ്യപാനത്തിൻ്റെയും ആസക്തി ഞാൻ ജീവിച്ചിരുന്ന സമൂഹത്തിൽ എന്നെപ്പോലെയുള്ള മറ്റ് ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് അവരെ ആ വിധത്തിലാക്കുവാനും അങ്ങനെ അനേക ചെറുപ്പക്കാർ എൻ്റെ സുഹൃത്തുക്കളായി തീർന്ന എല്ലാ ചെറുപ്പക്കാരും എന്നെപ്പോലെ ആയിത്തീരുന്നത് കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ടാകുവാൻ ഇടയായിത്തീർന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പിശാച് ഈ ലോകത്തിൽ തൻ്റെ ശക്തിയിൽ കൂടി സാധിക്കുന്നത്. ഈ ലോകത്തിൽ ദൈവം ആരും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാതെ എല്ലാവരും താൻ ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിന് ഉടമകളായി തീരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാചിൻ്റെ ആഗ്രഹം എല്ലാവരും അവൻ്റെ ഗോഡൗണിൽ അവസാനിക്കണമെന്നുള്ളതാണ്. മദ്രാസിൽ എങ്ങനെയാണ് ചെന്ന് ചേർന്നത്? മദ്രാസിൽ കുറേ വിദേശ കൂട്ടുകാറ്റുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ ജീവിതത്തിൽ മനം നൊന്ത മാതാപിതാക്കൾ അവർ വിചാരിച്ചു ഒരു പക്ഷേ എന്നെ അവരോടൊപ്പം താമസിപ്പിച്ച് അവർ അനുഭവിക്കുന്നതായിട്ടുള്ള അവർ രണ്ടുപേർ എൻ്റെ മാതാപിതാക്കൾ മിഷണറിമാരാണ്, ദൈവ ഭക്തരാണ്. അവർ വിചാരിച്ചത് അവരോടൊപ്പം എന്നെ താമസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിന് മാറ്റം വരുമെന്നാണ്. എന്നാൽ എനിക്ക് അവരോടൊപ്പമുള്ള ജീവിതം ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം പിശാചിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് കുടുംബ ബന്ധം തകർക്കുക എന്നുള്ളതാണ്. ഒരു മകൻ അല്ലെങ്കിൽ മകൾ തൻ്റെ കുടുംബത്തിൽ സന്തോഷമില്ലാതാകുന്ന അവസ്ഥയിലെത്തുമ്പോൾ അവൻ സഹകരിക്കുന്നതായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങൾ അവനെ കൂടുതൽ വഷളത്വത്തിലേക്കും കൂടുതൽ അരാജകത്വത്തിലേക്കും ആക്കി തീർക്കുന്നു. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്
കുടുംബ ബന്ധങ്ങൾ ഏറ്റവും പവിത്രമായി, ഏറ്റവും ആത്മീയമായി, ദൈവികമായി നാം കാത്തു സൂക്ഷിക്കേണ്ടതായ ഒരു വിഷയമാണ്. ദൈവം ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച കുടുംബം, അതിനെ തകർത്ത പിശാച് തുടർന്നുള്ള കാലങ്ങളിൽ കൂടി ചെയ്തതെല്ലാം അതാണ്, കുടുംബങ്ങളെ തകർക്കുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധമില്ലാതാക്കി തീർക്കുക, മാതാപിതാക്കളും മക്കളും തമ്മിൽ ബന്ധമില്ലാതാക്കി തീർക്കുക. ഇങ്ങനെ അവനൊരു കുടുംബത്തെ, ഒരു ലോക ജനതയുടെ ഏറ്റവും ഒരു ചെറിയ ഭാഗമാണ് ഒരു കുടുംബമെന്ന് പറയുന്നത്. ഒരു കുടുംബത്തെ തകർക്കുന്ന മുഖാന്തരം പിശാചിന് തുടർന്ന് അനേക കുടുംബങ്ങളെ തകർക്കുവാൻ കഴിയും. ഇങ്ങനെ എൻ്റെ ജീവിതവും പിശാച് എനിക്ക് നൽകിയതായിട്ടുള്ള ആ വിദഗ്ധമായ പിശാച്, അതായത് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കമ്പനികൾ വന്ന് റിക്രൂട്ട് ചെയ്ത്, ഏറ്റവും മിടുക്കന്മാരായ കുഞ്ഞുങ്ങളെ വലിയ വലിയ കമ്പനികൾ റിക്രൂട്ട് ചെയ്ത് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ കൂടി അവരുടെ കമ്പനികളിൽ ഉയർന്ന പൊസിഷനിലാക്കുന്നത് പോലെ തന്നെയാണ് പിശാച് നോക്കുന്നത്. ഏത് കുടുംബത്തിലാണ് ഏറ്റവും സന്തോഷമുള്ളത്, ഏറ്റവും സമാധാനമുള്ളത്, എവിടെയാണ് ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്ന കുടുംബം, ദൈവികമായ മൂല്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതായ കുടുംബങ്ങൾ, ദൈവത്തെ സേവിക്കുന്നതിൽ വ്യാപൃതരായ ദൈവമക്കളുടെ കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് പിശാച് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. എൻ്റെ കുടുംബവും അങ്ങനെയുള്ളൊരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിലെ 8 മക്കളിൽ മൂന്നാമനായിരുന്ന എന്നെയാണ് പിശാച് റിക്രൂട്ട് ചെയ്തത്. എന്നെ റിക്രൂട്ട് ചെയ്ത് എന്നിൽ അവൻ്റെ എല്ലാ സ്വഭാവങ്ങളും അവൻ പകർന്നു തന്ന് മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും തകർക്കുവാനും, കോപം, അസൂയ, ഈർഷ്യ, പിണക്കം, ദ്വന്ദ്വപക്ഷം, എന്തെല്ലാം ഉണ്ടാവോ, ഈ ലോകത്തിൽ ഏതെല്ലാം ദോഷങ്ങളുണ്ടോ അതെല്ലാം അവൻ എന്നിൽ നിറച്ചു. എനിക്ക് 2 സ്വഭാവമുണ്ടായിരുന്നു, എൻ്റെ 2 മുഖങ്ങളായിരുന്നു. അതായത് അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പറയുന്നത് ട്വിൻ പേഴ്സണാലിറ്റി. എൻ്റെ ഉള്ളിൽ പിശാചിൻ്റെ എല്ലാ ഗുണങ്ങളും നിറഞ്ഞിരിക്കുമ്പോൾ പുറമേ എന്നെ ആർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പുറമേ എന്നെ കാണുമ്പോൾ മനുഷ്യർക്ക് എന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എനിക്ക് എന്തും ചെയ്യുവാൻ കഴിയുന്ന ഒരു പൈശാചികമായ ഒരു പ്രത്യേക ഒരു സ്വഭാവം എന്നിലുണ്ടായിരുന്നു. അത് സ്വഭാവത്തേക്കാൾ കൂടുതൽ അതൊരു ആത്മാവാണെന്ന് എനിക്കറിയാം, അതായത് ദുരാത്മാവ്. റെനിയുടെ മാതാപിതാക്കൾ അറിയപ്പെടുന്ന ചവണയ്ക്കാമണ്ണിൽ ഫാമിലിയിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരംഭിച്ച ഒരു നല്ല കുടുംബം. മാതാപിതാക്കൾ ഞാൻ അറിയുന്നത് ഉന്നത നിലയിൽ വിദ്യാഭ്യാസമുള്ളവരും നല്ല ഉദ്യോഗത്തിലിരിക്കുകയും ചെയ്തിട്ട് അത് വിട്ടിട്ട് ഇന്ത്യ എവരിയോങ് ക്രൂസൈഡ് എന്ന പ്രസ്ഥാനത്തിൽ ഒരു നല്ല നിലയിൽ ദൈവവേല ചെയ്ത തുടങ്ങിയ കുടുംബത്തിലെ 3ാമത്തെ പുത്രൻ എങ്ങനെ ഈ നിലയിൽ വന്നു എന്ന് ലോകത്തെ മനസ്സിലാക്കുന്നത് ഭയങ്കരമാണ്. ബാക്കി ആരും പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കുടുംബം തകർത്തത് മുഖാന്തരം പിശാചിന് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ എൻ്റെ കുടുംബം തകർക്കുവാനും കഴിഞ്ഞു. എൻ്റെ മാതാപിതാക്കൾ പ്രതിദാനം ചെയ്തിരുന്ന റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ടുള്ള സുവിശേഷ സംഘടനയും ദൈവമക്കളെയും കരുതേച്ച് കായ്ക്കുവാനും അവന് കഴിഞ്ഞു. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി. റെനി ജോർജിനെയും തകർത്തു, അതോടൊപ്പം തന്നെ റെനി ജോർജ് ഉൾപ്പെട്ടിരുന്ന കുടുംബത്തിൻ്റെയും സഭയുടെയും എല്ലാ മൂല്യങ്ങളെ സമൂഹത്തിന് മുമ്പിൽ മോശമാക്കി കാണിക്കാനും പിശാചിന് കഴിഞ്ഞു. അതാണ് എൻ്റെ സംഭവത്തിൽ കൂടി പിശാച് സാധിച്ചത്. അവൻ വിചാരിച്ചത് തീർന്നു. റെനി ജോർജിൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് അവസാനം അവനെയും തകർക്കും, അവൻ്റെ കുടുംബത്തെയും തകർക്കും. അത് മുഖാന്തരം അവൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സുവിശേഷ സംഘടനയ്ക്കും ഞാൻ കളങ്കമാക്കും, അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തീയ സഭയെയും ഞാൻ കളങ്കപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ജയിക്കുമെന്നാണ് അവൻ കരുതിയത്. റെനി അങ്ങനെ മദ്രാസിൽ എത്തിച്ചേർന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കാൻ വേണ്ടിയാണ് മദ്രാസിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ കേരളത്തിൽ നിന്നും മദ്രാസിലേക്ക് ചേക്കേറി എനിക്ക് കുറച്ചുകൂടി ഉയർന്ന നിലയിൽ എൻ്റെ
ദുസ്വഭാവങ്ങൾ പ്രവൃത്തിയിൽ വരുത്തുവാനുള്ള വേദിയാണ് എനിക്ക് മദ്രാസിൽ ലഭിച്ചത്. വിദേശികളായ ധാരാളം സുഹൃത്തുക്കൾ എനിക്ക് സുഹൃത്തുക്കളായി ലഭിച്ചു. ധനികരായ അനേക സുഹൃത്തുക്കളെ എനിക്ക് സ്നേഹിതന്മാരായി ലഭിച്ചു. കേരളത്തേക്കാൾ വളരെ സാംസ്കാരികമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന മദ്രാസ് നഗരത്തിൽ എനിക്ക് എൻ്റെ പൈശാചികമായ ജീവിതത്തിൻ്റെയും എൻ്റെ പാപജീവിതത്തിൻ്റെയും മേഖലയിൽ എനിക്ക് കൂടുതൽ മുകളിലേക്ക് പോകുവാനാണ് കഴിഞ്ഞത്. എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ കണ്ണുനീരിനും യാതൊരു വിലയും കൽപ്പിക്കാതെ ഞാൻ ദുർമാർഗിയായി ജീവിക്കും. മദ്രാസ് സിറ്റിയിൽ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് മദ്യവും മയക്കുമരുന്നും ആധാരമാക്കിക്കൊണ്ട് ജീവിച്ചെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? മദ്രാസിൽ വെച്ച് ഞാൻ ബൈക്കൊന്നും മോഷ്ടിച്ചിട്ടില്ല. ബൈക്ക് എനിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ബൈക്ക് തന്നു. അത് എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. എൻ്റെ കൂട്ടുകാർ, ധനികരായിട്ടുള്ള കൂട്ടുകാർ, അവരുടെ കാറുകളും എനിക്ക് യൂസ് ചെയ്യുവാൻ തരുമായിരുന്നു. അതും എൻ്റെ കയ്യിൽ എപ്പോഴും കാണും. എന്നാൽ പിൽക്കാലത്ത് ഞാൻ ഈ കൂട്ടുകാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ, അവരുടെ ബൈക്കും കാറൊക്കെ പോയപ്പം എനിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വാഹനമില്ലാതെ വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് എനിക്കൊരു വാഹനം വാങ്ങിച്ചു തരുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച മാർഗം ഒരു വാഹനം മോഷ്ടിക്കുക എന്നായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായി ഓർക്കുന്നു, ഞാനൊരു അംബാസിഡർ കാറാണ് ഞാൻ ആദ്യമായിട്ട് മോഷ്ടിച്ചത്. ആ കാർ മോഷ്ടിച്ച് ഞാൻ എൻ്റെ സ്വന്തം പോലെ ഞാൻ ഉപയോഗിച്ചു. മറ്റുള്ളവർ വിചാരിച്ചിരുന്ന ഞാൻ ഏതോ ഒരു ധനിക കുടുംബത്തിലെ അംഗമായതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വാങ്ങിച്ചു തന്ന വാഹനമാണെന്ന് കരുതി. അങ്ങനെ ആ വാഹനം ഞാൻ ഉപയോഗിച്ചു. ആ വാഹനവുമായിട്ടാണ് ഞാൻ 80-ൽ പിൽക്കാലത്ത് പിടിക്കപ്പെടുന്നത്. മദ്രാസിൽ ഉള്ള കാലത്ത് ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോവുകയോ ആരാധനയ്ക്ക് സംബന്ധിക്കുകയോ ക്രിസ്തീയ പരിപാടികളിൽ ഏതെങ്കിലും